അങ്ങനെ നീണ്ട ഒരു 1 1/2 മാസത്തെ സുഖവാസത്തിന് ശേഷം ഞാനിതാ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. സുഖവാസം എന്നൊക്കെ ഞാൻ വെറുതെ പറയുന്നതാണ്. എനിക്ക് ഇവിടെയും അവിടെയും എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ് കേട്ടോ. ഒരേപോലത്തെ സുഖവാസമാണ്. സോ അതൊന്നും ഒരു മാറ്റർ അല്ല. അപ്പൊ ഞാനിതാ ഫൈനലി പോവാണ് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക്. പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ ഇന്നലെ രാത്രി തന്നെ കുറച്ചൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ ഇന്നും ആയിട്ട് ഇങ്ങനെ കുറച്ചൊക്കെ പാക്ക് ചെയ്ത്. കുറേ സാധനങ്ങൾ ഇവിടെയുണ്ട്, കുറേ സാധനങ്ങൾ താഴെയുണ്ട്. സോ ഇനി നമുക്ക് ഇന്ന് ആ വിശേഷങ്ങൾ കാണാം. പോകുന്നതും പോകുന്ന വഴിക്ക് എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളതും അവിടെ എത്തുന്നതും ഒക്കെ ഞാൻ കാണിച്ചു തരാം. കം വിത്ത് മീ. അങ്ങനെ ഗായ്സ് ഞാൻ എൻ്റെ പെട്ടിയൊക്കെ പാക്ക് ചെയ്തു. നിങ്ങൾ വിചാരിക്കും ഈ ഒരു പെട്ടി മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ ഈ പെട്ടിയല്ല, ഇങ്ങനത്തെ ഒരു പെട്ടിയും കൂടെ എനിക്കുണ്ട്. ആൻഡ് എൻ്റെ കോസ്മെറ്റിക് ഐറ്റംസ്, എൻ്റെ മോളുടെ സാധനങ്ങൾ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് മെയിൻ തിങ് ഒരിക്കലും മറക്കാൻ പാടില്ല സാധനമാണ് ചാർജർ. ഞാൻ ചാർജറും കൂടെ എടുത്തിട്ട് പോവാണ് ഗൈസ്. അങ്ങനെ ഫൈനലി ഒരു 11 മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ച് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് 1:30ക്കാണ് ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ വീട് വയനാടും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് കോഴിക്കോട് നെടുവണ്ണൂരാണ്. അപ്പോൾ എങ്ങനെ പോലും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് ഒരു 2.5 മണിക്കൂറിൻ്റെ അടുത്ത് ട്രാവലിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്യാവശ്യം നേരം വൈകിട്ടാണ് ഇറങ്ങിയത്. ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പോകുന്ന വഴിക്ക് എനിക്ക് നെസ്റ്റോയിൽ കൽപ്പറ്റ നെസ്റ്റോയിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങൾ, ഡൈപ്പറും കാര്യങ്ങളും ക്രീമും കാര്യങ്ങളും ലോഷനൊക്കെ വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് 1 മണിക്കൂർ അവിടെയും പോയിട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതേ നല്ല മഴയത്താണ് ചുരമൊക്കെ ഇറങ്ങുന്നത്. ഫൈനലി നമ്മളിതാ വൈറ്റ് ഹൗസിൽ എൻഡപ്പ് ചെയ്തിട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ നമ്മളിതാ വണ്ടി ചാർജിൽ ഇട്ടു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ചങ്ങ് എത്തിയപ്പോൾ ഞാനൊരു കയ്യും കാലും പിടിച്ചിട്ട് ഞാനതേ ഡ്രൈവിംഗ് സീറ്റ് കൈകടത്തിയിട്ടു. ഫൈനലി ഞങ്ങളിതാ ഒരു 5:30 6 മണി ആയിട്ടുണ്ട്. 6 മണി ആയപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.